സത്യം. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. IMA പ്രസ്താവന പിന്നീട് IMA സംസ്ഥാന ഭാരവാഹികൾ പറയുന്നതായിരിക്കും. പക്ഷേ ഡോക്ടറുടെ ജീവൻ ഇത് രീതിയിൽ പരിക്കേൽപ്പിച്ച് അപകടപ്പെടുത്തുന്നത് വളരെയധികം പ്രതിഷേധാർഹവും തികച്ചും അപലപനീയമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർ സമരങ്ങൾ ഉണ്ടാകും, തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകും, സമരങ്ങളിലേക്ക് തന്നെ പോകും എന്ന് തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടനകൾ സൂചിപ്പിക്കുന്നത്. IMAയുമായി ബന്ധപ്പെട്ടതിന് ശേഷം തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തത ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കാം. സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടറെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. CT സ്കാൻ അടക്കം പൂർത്തിയായാൽ മാത്രമേ എത്രത്തോളം ഗുരുതരമാണ് കാര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അധികം ആഴത്തിൽ മുറിവേറ്റിട്ടില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഡോക്ടർ തന്നെ ഈ വെട്ടുന്ന സമയത്ത് ഡോക്ടർ തന്നെ തടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിഗുരുതരമായിട്ടുള്ള പരിക്കുകളിലേക്ക് പോയിട്ടില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഏത് രീതിയിലാണ് നിലവിലെ അവസ്ഥ എന്ന് മനസ്സിലാക്കണമെങ്കിൽ സ്കാനിംഗ് അടക്കമുള്ളവ പൂർത്തിയാക്കണം. അതിനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലും അതോടൊപ്പം തന്നെ ജില്ലയിലെ മറ്റ് ആശുപത്രികളിലെയും സേവനങ്ങൾ നിർത്തിവെച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് പ്രതിഷേധങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് ഡോക്ടർമാർ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. അത് ഏത് നിലയിലായിരിക്കും എന്നതിലൊരു വ്യക്തത അല്പസമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അത് സ്കള്ള് എക്സ്പോസ്ഡാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ കൊണ്ടുപോയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ആൾ സ്റ്റേബിളാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ബോധമുണ്ട്. ഞാൻ ഓർമ്മയുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ആൾക്ക് പക്ക സ്റ്റേബിളാണ് ആൾ. ബ്ലഡ് പ്രഷറും കാര്യങ്ങളൊക്കെ നോർമൽ ഒരു നല്ല തലയിൽ തന്നെ വെട്ടുകൊണ്ടത്. ബാക്കിയുള്ള സ്ഥലത്തൊന്നും വെട്ടൊന്നുമില്ല. ആഴമുള്ള മുറിവാണ്. അതിൻ്റെ കള്ള് പൊട്ടിയിട്ടുണ്ട്, തലയോട്ട് പൊട്ടിയിട്ടുണ്ട്. ഒന്നുമില്ല, ഞാൻ സംസാരിച്ചു, പക്ക ഓക്കെയാണ്, കോൺഷ്യസ് ഓറിയന്റഡ് ആണ്, ഒരു കുഴപ്പമില്ല. ബ്ലഡ് പ്രഷർ അതെ തിയേറ്ററിൽ കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം സ്കള്ള് ഡോക്ടറുടെ ആരോഗ്യനിലയെക്കുറിച്ചാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. ഡോക്ടർ സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നു, ബോധമുണ്ട്. മാത്രമല്ല തലയോട്ടിക്ക് പക്ഷേ ആഴത്തിലുള്ള മുറിവുണ്ട്, സർജറിയുടെ അടക്കം ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലല്ല എന്നുള്ളത് മാത്രം ആശ്വാസകരമാണ്. എന്തായാലും കേരളം ഏറെ ഞെട്ടിയിരിക്കുകയാണ് ഈ ഒരു സംഭവത്തിൽ.